ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നു. ഫ്രീ ക്ലാസ്സുകളൊക്കെ നിർത്തിയോ, മിസ് ഞങ്ങളെയൊക്കെ മറന്നോ, പെയ്ഡ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഇനി ഫ്രീ ക്ലാസ് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. SCERT സീരീസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സിലബസ് അനുസരിച്ചുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കും. പിന്നെ പെയ്ഡ് ക്ലാസ് തുടങ്ങിയപ്പോൾ അതിന്റെ ജസ്റ്റ് തുടക്കമല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്ക്, പിന്നെ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതിന്റെ തിരക്ക്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പൊ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നു കേട്ടോ. ഫ്രീ ക്ലാസ് നിർത്തി, അപ്പൊ ഞങ്ങൾ ഇത്രയും നാളും കണ്ടിന്യൂ ചെയ്ത് വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും നിർത്തില്ല, തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സമയത്തിന്റെ ഒരു കുറവ് കാരണമാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത്. അപ്പൊ നമ്മൾ സയൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി കെമിസ്ട്രിയിലെ കാർബണിന്റെ ലോകം, ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഓർഗാനിക് കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ഏരിയ കൂടെ കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ LP UP സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് കഴിയും. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതാണ് കാർബണിനെ കുറിച്ച്. ഈ ഒരു ചാപ്റ്ററിൽ കാർബണിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിച്ചതിന് ശേഷം തൊട്ടടുത്ത ക്ലാസ്സുകളിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ 7th ലെസൺ കാർബണിന്റെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ആദ്യം തന്നെ കണ്ടോ, കാർബണിന്റെ വിവിധ രൂപങ്ങളാണ് നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, പ്രകൃതിയില് മൂലകാവസ്ഥയിലും സംയുക്ത രൂപത്തിലും കാണപ്പെടുന്ന ഒരു മൂലകമാണ് കാർബൺ. അല്ലെ, നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ കത്തിക്കുമ്പോൾ കരി ഉണ്ടാവുന്നുണ്ട് അല്ലെ, ജ്വലന ശേഷം കരി അവശേഷിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താ, ആ പദാർത്ഥങ്ങളിൽ കാർബൺ സംയുക്തങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാവാനുള്ള കാരണം എന്ത് തന്നെ, അവിടെയും കാർബണിന്റെ സാന്നിധ്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി കാർബണിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കാർബണിന്റെ പ്രതീകം അല്ലെ C എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. C എന്നാണ്. ആറ്റോമിക നമ്പർ 6 ആണ്. അപ്പൊ ഇലക്ട്രോണിക് വിന്യാസം 2, 4 എന്ന് എഴുതാനായിട്ട് പറ്റും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഒരു 4 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ ഒരു 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിയേ, സംയോജകത എത്ര വരും, 4 ആണ് വരിക. കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കാർബൺ മിക്കവാറും എന്താണ്, കോവാലൻ ബോണ്ടുകളാണ് സൃഷ്ടിക്കാറുള്ളത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് കാർബൺ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പൊ ആദ്യം എന്താണ് രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ എന്താണ് രൂപാന്തരത്വം എന്നൊക്കെ നോക്കാം. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്, അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഒരേ രാസഗുണമായിരിക്കും, വ്യത്യസ്ത ഭൗതിക ഗുണമായിരിക്കും. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണത്തോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുക, രൂപാന്തരത്വം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? 1 വജ്രം, 2 ഗ്രാഫൈറ്റ്, 3 ഫുള്ളറിൻ, 4 ഗ്രഫീൻ. ഈ 4 കാര്യങ്ങളെ കുറിച്ചും ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ നോക്കാം, എന്താണ് രൂപാന്തരങ്ങൾ? ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ എന്നിവയൊക്കെ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്, ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് വജ്രത്തെ കുറിച്ച് നോക്കാം, ഡയമണ്ട്. ഓക്കെ, അപ്പോ കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം എന്ന് പറയുന്നത്. ഇനി അതിന്റെ കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ വൈദ്യുത ചാലകമല്ല, ഉയർന്ന താപചാലകതയുണ്ട്, ഉയർന്ന അപവർത്തനാങ്കവും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വജ്രത്തിന്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്, വൈദ്യുത ചാലകമല്ല, വജ്രം വൈദ്യുത ചാലകമല്ല, ഇതിന് ഉയർന്ന താപചാലകതയുണ്ട്, അതുപോലെ ഉയർന്ന അപവർത്തനാങ്കവും ഉണ്ട്. നോക്കാം, വജ്രത്തിന്റെ താപചാലകതയെ കുറിച്ച് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമായ വജ്രം മികച്ച താപചാലകം കൂടിയാണ്.
കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. അപ്പൊ അത് മികച്ച ഒരു താപചാലകം കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജന രാസബന്ധം, വജ്രത്തില് കണ്ടോ ശക്തിയുള്ള സഹസംയോജക രാസബന്ധനം എന്ന് വെച്ചാൽ കോവാലൻ കോമ്പൗണ്ട്, കോവാലൻ ബന്ധനം, കോവാലൻ ബോണ്ട്. ഓക്കെ, കോവാലൻ ബോണ്ട് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇപ്പൊ വജ്രത്തിന്റെ ആ ഒരു കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത് ഇതിലെ എന്താണ്? കോവാലന്റ് ബോണ്ട് ആണ്. കോവാലന്റ് ബോണ്ട് കാരണമാണ് ഇതിന് ഈ ഒരു കാഠിന്യം കൂടുതലുള്ളത്. ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിന്റെ താപചാലകത. വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ താപചാലകത പ്രയോജനപ്പെടുത്താറുണ്ട്. ഓർത്തു വെച്ചേക്കോ ഇത്രയും പോയിന്റ്സ്. ഇനി വജ്രത്തിന്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. വജ്രത്തിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലേഡീസ് ആയിട്ട് നമുക്കിത് അറിയാതിരിക്കുമോ അല്ലെ? ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വജ്രം. അതുപോലെ ഗ്ലാസ് മുറിക്കാനായിട്ടും വജ്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് മുറിക്കാനായിട്ടും വജ്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇത്രയൊക്കെ അല്ലേ വജ്രം എന്ന് പറയുന്നത് കാർബണിന്റെ കാഠിന്യം വളരെ കൂടിയിട്ടുള്ള ഒരു രൂപാന്തരമാണ്. വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക രാസബന്ധനമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. വജ്രം വ്യാജമാണോ എന്നൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു താപചാലകത പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഗ്ലാസ് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചേക്കാം. ഈ വജ്രത്തിന്റെ കാഠിന്യം 10 മോക്സ് ആണ് കേട്ടോ. 10 മോക്സ്. മോക്സ് അതായത് യൂണിറ്റ് ആണ്, കാഠിന്യം പറയുന്ന ഒരു യൂണിറ്റ് ആണ്. MOHS എന്നാണ് പറയുന്നത്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മോക്സ് സ്കെയില്. മോസ് സ്കെയില്. ഈ മോസ് സ്കെയിലിൽ 1 മുതൽ 10 വരെയാണ് വിലയുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കാഠിന്യം കൂടുതൽ രേഖപ്പെടുത്തുന്ന ഒരു വാല്യൂ ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ വജ്രത്തിന്റെ മോക്സ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. വജ്രത്തിന്റെ കാഠിന്യം പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ വജ്രത്തിന് ക്രിസ്റ്റൽ ഘടന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്രിസ്റ്റൽ ഘടന ഇവിടെ നൽകിയിട്ടുണ്ട്. വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടന നൽകിയിട്ടുണ്ട്. നോക്കാം. വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയാണ് ഈ നൽകിയിട്ടുള്ളത്. 7.1 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ക്രിസ്റ്റൽ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. ഇവിടെ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനം. ഇപ്പൊ വജ്രത്തിലുള്ള ബന്ധനം ഏതാന്ന് വെച്ചാൽ സഹസംയോജക ബന്ധനമാണ്. അതിശക്തമായിട്ടുള്ള ഈ ഒരു ബന്ധനം കാരണമാണ് വജ്രത്തിന് കാഠിന്യം ഉള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഈ ഒരു ക്രിസ്റ്റൽ ഘടനയിൽ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, സ്വതന്ത്ര ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ വജ്രം വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടുന്നില്ല. വജ്രം വൈദ്യുതി ചാലകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രീ ഇലക്ട്രോൺ ഇല്ല, അത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ കാഠിന്യവും വളരെ കൂടുതലാണ്. ഇനി ഇതേ നിറമുള്ള വജ്രങ്ങൾ. രാസപരവും ഘടനാപരവുമായി ശുദ്ധിയുള്ള വജ്രം സുതാര്യവും നിറമില്ലാത്തതുമായിരിക്കും കേട്ടോ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. രാസപരവും ഘടനാപരവുമായി ശുദ്ധിയുള്ള വജ്രം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, നിറമില്ലാത്തതായിരിക്കും. ചില മൂലകങ്ങളുടെ സാന്നിധ്യം വജ്രത്തിന് നിറം നൽകുന്നുണ്ട്. അതിന് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ടതാണ്. ബോറോണിന്റെ സാന്നിധ്യം വജ്രത്തിന് നീല നിറം നൽകുന്നു. ബോറോൺ ഉണ്ടെങ്കിൽ നീല നിറമായിരിക്കും ഉണ്ടാവുക വജ്രത്തിന്. എങ്കിൽ മഞ്ഞ നിറമുള്ള വജ്രമുണ്ട്. മഞ്ഞ നിറമുള്ള വജ്രം പറയുന്നത് നൈട്രജന്റെ പ്രസൻസ് അതിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നൈട്രജന്റെ സാന്നിധ്യം മഞ്ഞ നിറമാണ് ഈ ഒരു വജ്രത്തിന് നൽകുക. സാധാരണ വജ്രം എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യമാണ്, നിറമില്ലാത്തതാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ബോറോണിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വജ്രത്തിന് നീല നിറവും പിന്നെ നൈട്രജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വജ്രത്തിന് മഞ്ഞ നിറവുമാണ് ലഭിക്കുക. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ് എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. ഇനി ചില പ്രത്യേക ആകൃതിയിൽ മുറിച്ചെടുത്താൽ വജ്രത്തിനുള്ളിൽ കടക്കുന്ന പ്രകാശകിരണങ്ങൾ പൂർണ്ണാന്തര പ്രതിഫലനത്തിന് വിധേയമായി അവയിലെ ഘടകവർണ്ണങ്ങൾ വേർപിരിയുന്നുണ്ട്. പിവയ്ക്കുവാണ് കേട്ടോ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അപ്പൊ പൂർണ്ണാന്തര പ്രതിഫലനത്തിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിധേയമായി അവയിലെ ഘടക വർണ്ണങ്ങൾ വേർപിരിയുന്നത് കാരണമാണ് വജ്രം തിളങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആകർഷണീയമായി നമുക്ക് തോന്നുന്നത്. വജ്രത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു.
ഇനി അടുത്തത് അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ബോറോണിന്റെ സാന്നിധ്യം വജ്രത്തിന് നീല നിറം നൽകുന്നുണ്ട്. മഞ്ഞ കളർ കിട്ടുക എന്ന് പറയുമ്പോൾ അത് നൈട്രജന്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. എന്നാൽ ശുദ്ധമായ സ്വർണ്ണമാണെങ്കിൽ എങ്ങനെയായിരിക്കും? സുതാര്യവും നിറമില്ലാത്തതുമായിരിക്കും. ആഭരണ നിർമ്മാണത്തിന് ഗ്ലാസ് കട്ട് ചെയ്യാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഡയമണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ്? ക്യാരറ്റ് ആണ് കേട്ടോ. വജ്രം, രത്നം അതുപോലെയുള്ളവയുടെയൊക്കെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വജ്രത്തിലെ ഓരോ കാർബൺ ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക. വജ്രത്തിന് തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഗ്രാഫൈറ്റിനെ കുറിച്ചാണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ഗ്രാഫൈറ്റ്. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാഠിന്യം കൂടിയത് വജ്രമാണെങ്കിൽ ഏറ്റവും മൃദുവായിട്ടുള്ളതാണ് ഇത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ നോക്കാം. നോക്കിയേ, അത് മൃദുവാണ്, അതുപോലെ തെന്നിമാറുന്നതാണ്. മൃദുവാണ്, തെന്നിമാറുന്നതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ വരുന്നത് എന്താണ്? ചാര നിറമുണ്ട്. ഇത് വൈദ്യുതി ചാലകമാണ് കേട്ടോ. വജ്രം വൈദ്യുതി ചാലകമല്ല എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാണ്. ബാഷ്പീകരണ ശീലമില്ല ഗ്രാഫൈറ്റിന്. ബാഷ്പീകരണ ശീലം ഇല്ല. കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപമാണ്, തെന്നിമാറുന്നതാണ്, അതുപോലെ വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണ ശീലമില്ല, ചാരനിറത്തിൽ നല്ല മിനുസമുള്ള സംഭവമാണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇതിന്റെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഉപയോഗം എന്ന് പറയുമ്പോൾ അറിയാലോ, പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെന്താണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. PYQ ആണ് കേട്ടോ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. ഇനി ഇവിടെ നോക്കിയാൽ നമ്മുടെ ഗ്രാഫൈറ്റിന്റെയും ഒരു ചിത്രം തന്നിട്ടുണ്ട്. കണ്ടല്ലോ? കണ്ടോ? ക്രിസ്റ്റൽ ഘടനയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റിലുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. വജ്രത്തിന്റെ കേസ് നമ്മൾ എങ്ങനെയാ വായിച്ചിരുന്നത്? വജ്രത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ചുറ്റുമുള്ള ഓരോ കാർബൺ ആറ്റങ്ങളും എന്താ ചെയ്തത്? ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് കോവാലന്റ് ബോണ്ടിലാണ് ഏർപ്പെട്ടത് നമ്മൾ പറഞ്ഞു. ഓരോ കാർബൺ ആറ്റവും എന്ത് ചെയ്തു? ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് അവിടെയാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് കാർബണിന്റെ കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ആണെങ്കിൽ എങ്ങനെയാന്നാ പറഞ്ഞത്? ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തത്? ബോണ്ടിങ് വന്നിരിക്കുന്നത്. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു എന്താണ്, ലെയേഴ്സ് പോലെയാണ്. അപ്പൊ ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റങ്ങളും എന്താ ചെയ്തത്? ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. അപ്പൊ ഈ പാളികൾ ഒന്നിനു മുകളിൽ ഒന്ന് അടുക്കി വെച്ച പോലെയാണ് ആ ഗ്രാഫൈറ്റിന്റെ ഘടന നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അല്ലെ? ഓക്കെ, ഇനി ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. പാളികൾക്കിടയിൽ എന്തില്ല? സഹസംയോജന ബന്ധനമില്ല. മനസ്സിലാവുന്നുണ്ടോ എന്താ പറഞ്ഞതെന്ന്? ഇവിടെ എന്തിന്റെ ഇടയ്ക്കാണ് സഹസംയോജന ബന്ധനം പറഞ്ഞത്? ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ പാളികൾക്കിടയിൽ എന്തില്ല? ബന്ധനമില്ല. കണ്ടോ, ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കണ്ടില്ലേ? പാളികൾക്കിടയിൽ എന്തില്ല? ബന്ധനം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് വരാം. നോക്കാം. ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. പാളികൾക്കിടയിൽ സഹസംയോജന ബന്ധനം ഇല്ല. അവ എന്താ ചെയ്തിരിക്കുന്നത്? ദുർബലമായിട്ടുള്ള ഇത് കണ്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദുർബലമായിട്ടുള്ള വാൻഡർവാൾസ് ഭൗതിക ബലമാണ് പാളികൾക്കിടയിലുള്ളത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. വാൻഡർവാൾസ് ബന്ധനം. വാൻഡർവാൾസ് ബന്ധനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ബന്ധനമാണത്. ദുർബലമായ വാൻഡർവാൾസ് ബന്ധനം. ഓക്കെ, വാൻഡർവാൾസ് ബന്ധനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോ ഇതിലാണ് ഗ്രാഫൈറ്റില് ദുർബലമായിട്ടുള്ള വാൻഡർവാൾസ് ഭൗതിക ബലമാണ് അതിന്റെ പാളികൾക്കിടയിൽ ഉള്ളത്. ഓരോ പാളികളും എന്താണ്? ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ പാളികളും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. ഇനി സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്, അതായത് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞത് വജ്രത്തിൽ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് വൈദ്യുത ചാലകമല്ല.
എന്നാൽ ഗ്രാഫൈറ്റ് എങ്ങനെയാണ്? ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാണ്. അതിനകത്ത് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. അപ്പോ കാർബൺ ശരിക്കും നാലെണ്ണല്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ 4 റിലേഷൻ ഇവിടെ പറ്റും അല്ലെ? 4 ബോണ്ടുകൾ രൂപീകരിക്കാനായിട്ട് പറ്റും. ഇവിടെ പറഞ്ഞത് 3 എന്താണ് കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇലക്ട്രോൺ പിന്നെയും ബാക്കിയായിട്ട് നിൽക്കല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവയിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി ഇവിടെ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്ത് ചെയ്യുന്നത്? വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തതാണ് അമോർഫസ് കാർബൺ. അമോർഫസ് കാർബൺ നോക്കിയേ, കോക്ക്, കൽക്കരി, മരക്കരി, കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ്. അപ്പൊ കാർബൺ രൂപാന്തരങ്ങൾ ക്രിസ്റ്റൽ ആകൃതി ഉള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഏതൊക്കെ? വജ്രവും പഠിച്ചു, അതുപോലെ തന്നെ ഗ്രാഫൈറ്റും പഠിച്ചു. ഇനി അമോർഫസ് കാർബണെയാണ് പറയുന്നത്. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി ഇതൊക്കെ എന്താണ്? ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. ഓക്കെ. അപ്പോ നമുക്ക് കാർബണിന്റെ ഈ ഒരു രൂപാന്തരങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? 2ആയി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളും അതുപോലെ അമോർഫസ് രൂപാന്തരങ്ങളും. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമായിട്ടാണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? വജ്രവും ഗ്രാഫൈറ്റും ഫുള്ളറിനും ഒക്കെ പറഞ്ഞത്. പക്ഷേ അമോർഫസ് കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിസ്റ്റലീയ ആകൃതി ഇല്ല, പ്രത്യേകിച്ചൊരു ആകൃതി ഇല്ല. ചാർക്കോള്, കോക്ക്, കരി, എല്ലുകരി അതൊക്കെ എന്തിൽ വരുന്നുണ്ട്? അമോർഫസ് കാർബണിൽ വരുന്നതാണ്. ഇവയെ പൊതുവായിട്ട് എന്ത് പറയും? അമോർഫസ് കാർബൺ എന്ന് പറയും. അമോർഫസ് കാർബൺ. എന്ത് സംഭവിച്ചു? ഓക്കെ. അപ്പൊ അമോർഫസ് കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്റ്റലീയ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. അതിന് ഉദാഹരണമാണ് കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന് മുൻപ് ഫുള്ളറിന്റെ കാര്യങ്ങളൊക്കെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഗ്രാഫൈറ്റിന്റെ പേര് വന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചേക്കാം. പേര് വന്ന വഴി. എഴുതാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഗ്രാഫൈറ്റിന് ആ ഒരു പേര് ലഭിച്ചത്. അപ്പൊ ഗ്രാഫീൻ എന്നുള്ളത് എന്താണ്? ഒരു ലാറ്റിൻ പദമാണ്. അപ്പൊ ആ ഗ്രാഫീൻ എന്ന വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത്. അത് ചാര നിറമുള്ളതാണ്, അതുപോലെ മിനുസമുള്ളതാണ്, പേപ്പറിൽ അടയാളം ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് ഗ്രാഫൈറ്റ് എഴുതാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഗ്രാഫൈറ്റിനെ ലെഡായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് പെൻസിലിന് ലെഡ് പെൻസിൽ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാഫൈറ്റ് ആദ്യം ലെഡാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് പെൻസിലിനെ നമ്മൾ ലെഡ് പെൻസിൽ എന്ന് പറയുന്നത്. ഇനി ഫുള്ളറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നോക്കാം. ഫുള്ളറിൻ. അപ്പൊ കാർബണിന്റെ രൂപാന്തരമാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റലീയ രൂപാന്തരമാണ് എന്ത്? ഫുള്ളറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫുള്ളറിനും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പൊ നോക്കിയോ, ഫുള്ളറിനെ കുറിച്ചാണ് നോക്കാം. അപ്പോൾ കാർബണിന്റെ മറ്റൊരു രൂപാന്തരമായ ഫുള്ളറിന്റെ ഘടന നൽകിയിരിക്കുന്നത് കണ്ടോ എങ്ങനെയാന്നുള്ളത്? പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമാണ് കേട്ടോ. പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിനുള്ളത്. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്ത് വിളിക്കും? ബക്കി ബോൾസ് എന്ന് വിളിക്കും. ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നത് ഫുള്ളറിനെയാണ്. ബക്കി ബോൾസ്. ഓക്കെ. അപ്പോ പിന്നെ ഇതിന്റെ ഷേപ്പ് പറയുന്നുണ്ട്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ സിലിണ്ടർ ആകൃതിയുള്ളവയെ ബക്കി ട്യൂബ് എന്നാണ് പറയുന്നത്. പിന്നെയോ പൊള്ളയായിട്ടുള്ള ഗോളീയ രൂപത്തിലുള്ള ഫുള്ളറിനാണെങ്കിൽ ബക്കി ബോൾസ് എന്നാണ് പറയുന്നത്. ബക്കി ബോൾസും ഉണ്ട്, ബക്കി ട്യൂബ്സും ഉണ്ട്. ട്യൂബ് ആണെങ്കിൽ ഏത് ഷേപ്പായിരിക്കുന്നത്? സിലിണ്ടർ ആകൃതിയിലാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ബക്കി ബോൾസ് പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ്. ഇനി ആ ഗോളീയ രൂപത്തിന് പകരം ഇങ്ങനെ ട്യൂബുകളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ബക്കി ട്യൂബുകൾ എന്ന് വിളിക്കും. ഇവിടെ യൂസ് പറയുന്നുണ്ടല്ലോ, എന്താണ്? വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ. ഇപ്പൊ കാർബൺ നാനോ ട്യൂബായി ഉപയോഗിക്കുന്നത് ബക്കി ട്യൂബുകളാണെന്നുള്ളത് കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ആയി. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ തന്നിരിക്കുന്നത് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. അന്തരീക്ഷ വായുവിലെ പ്രധാന കാർബൺ സംയുക്തം ഏതാണ്? അന്തരീക്ഷ വായുവിലെ പ്രധാന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. കാർബണോ കാർബണിക സംയുക്തങ്ങളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രധാന സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. ഇനി പരീക്ഷണശാലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്ന വിധമാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇവിടെ ഏതെല്ലാം അഭികാരകങ്ങൾ ചേർന്നിട്ടാണ് ഇവിടെ കാർബൺ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കണ്ടോ,
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലേക്ക് കാൽസ്യം കാർബണേറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? അവിടെ കാർബൺ ഡയോക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ എന്താ ഫോം ചെയ്തത്? ജലത്തിനോടൊപ്പം കാർബൺ ഡയോക്സൈഡ് കൂടി ഫോം ചെയ്തിട്ടുണ്ട് അല്ല. കാർബൺ ഡയോക്സൈഡിന്റെ കുറച്ച് സവിശേഷതകളൊക്കെ നമുക്ക് നോക്കാം. അതായത് കാർബൺ ഡയോക്സൈഡിന് എന്തില്ല? നിറമില്ല. അതുപോലെ അതൊരു ജ്വലന സഹായി അല്ല. ഇതിന് ഗന്ധമില്ല. അതുപോലെ വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ് നമ്മൾ പറഞ്ഞത്? കാർബൺ ഡയോക്സൈഡിന് നിറമില്ല എന്ന് പറഞ്ഞു. കാർബൺ ഡയോക്സൈഡിന് നിറമില്ല. അത് ജ്വലനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഗന്ധമില്ല. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നുണ്ടോ, കാർബൺ ഡയോക്സൈഡിന്റെ ജലീയ ലായനി ആസിഡ് ആണോ? ആസിഡ് അല്ലേ? കാർബോണിക് ആസിഡ് അല്ലെ? കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ച് കാർബോണിക് ആസിഡ് രൂപപ്പെടുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? കാർബോണിക് ആസിഡ് H2CO3 കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. കാർബൺ ഡയോക്സൈഡിന്റെ കുറച്ച് ഉപയോഗങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? തീ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അല്ലെ? തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ സോഡാ വാട്ടർ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാർബോണിക് ആസിഡിലെ സോഡാ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാനൊക്കെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനുകളിൽ ചേർക്കുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ്. പിന്നെ അതുപോലെ ഡ്രൈ ഐസ് എന്താ? കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപമാണ് അല്ലെ? സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ്. അത് ശീതീകാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേജ് ഷോയുടെ ഒക്കെ സമയത്ത് ഈ മേഘസമാനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിർമ്മിക്കാനൊക്കെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ കാർബൺ ഡയോക്സൈഡ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകമാണ് ഏത്? കാർബൺ ഡയോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ നമ്മളിവിടെ ഗ്രഫീന്റെ കാര്യം വായിച്ചിട്ടുണ്ടായില്ല അല്ലെ? അപ്പൊ അതുകൂടി ഒന്ന് വായിച്ചേക്കാം. ഗ്രഫീൻ എന്ന് പറയുന്നത് എന്താ? ക്രിസ്റ്റലീയ ആകൃതിയുള്ള കാർബണിന്റെ ഒരു രൂപാന്തരമാണ്. അതായത് ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് എവിടെ? ഈ ഗ്രഫീനുള്ളത്. ഗ്രാഫൈറ്റിന്റെ പാളികൾ നമ്മൾ മുകളിൽ കണ്ടല്ലോ. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രഫീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഗ്രാഫൈറ്റിന്റെ പാളികൾ കണ്ടത്. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാന്തരമാണ് ഈ ഗ്രഫീൻ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രഫീന്റെ സവിശേഷതകൾ കൂടി ഒന്ന് നോക്കിയേക്കാം കേട്ടോ. നോക്കാം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായി ഗ്രഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. നാനോ ടെക്നോളജി രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റിയുള്ള കാർബണിന്റെ രൂപാന്തരമാണ് എന്ത്? ഗ്രഫീൻ എന്ന് പറയുന്നത്. അപ്പൊ ഷഡ്ഭുജ ആകൃതിയിലാണ് കാർബൺ വലയങ്ങൾ കാണപ്പെടുന്നത്. ദ്വിമാന പാളിയായിട്ടാണ് കാണുന്നത്. പിന്നെന്താണ്? ഈ ഗ്രാഫൈറ്റിന്റെ ഒക്കെ ഒരു പാളിക്ക് സമാന്തരമാണ് ഗ്രഫീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാഫൈറ്റ്, ഫുള്ളറിന്റെ ഒക്കെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രഫീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചില സവിശേഷതകൾ പറയുകയാണെങ്കിൽ സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്. ഉപയോഗം പറയുകയാണെങ്കിൽ നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അലോട്രോപ്പാണ് ഇത് അല്ലെ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഇവിടെ ചിത്രം തന്നിരിക്കുന്നു. നോക്കിയേ, കാർബണിക സംയുക്തങ്ങളുടെ വൈവിധ്യം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ കാർബൺ സൈക്കിൾ എന്ന് നമുക്ക് പറയാം. കാർബൺ സൈക്കിൾ. നമുക്കറിയാം, അന്തരീക്ഷ വായുവില് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുക. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. മലയാളം വേർഡ് എന്താണ്? ഹരിതാലയ പ്രഭാവം എന്നൊക്കെയാണ് പറയാറ് അല്ലെ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇനി ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഭൂമിയിൽ
എന്ത് ചെയ്യും? ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില ഒക്കെ ഉയരും അല്ലെ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം ഭൂമിയിൽ അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസം അതിനെയാണ് എന്ത് പറയുക? ആഗോള താപനം എന്ന് പറയും. ആഗോള താപനം. അപ്പോ ഹരിതഗ്രഹ പ്രഭാവം കാരണം അന്തരീക്ഷത്തിലെ ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം എന്താണ്? ഇത് ഇതുണ്ടോ? കാർബൺ ഡയോക്സൈഡ്, ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ വിനിമയമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? ഇങ്ങനെ വിനിമയം നടക്കുന്നതിന് കാർബൺ സൈക്കിൾ എന്നാണ് പറയുന്നത് കേട്ടോ. കാർബൺ സൈക്കിൾ എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ പ്രത്യേകിച്ച് എന്താ ഉള്ളത് നോക്കാം. സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീർണനം വഴി കൽക്കരിയാണ് ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൽക്കരി ജ്വലിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇനി അതുപോലെ നോക്കിയേ, വിഘടനത്തിന് വിധേയമായിട്ട് അല്ലെ, അല്ലെങ്കിൽ ജ്വലനത്തിന് ശേഷം അല്ലെങ്കിൽ ശ്വസനത്തിന് ശേഷം ഒക്കെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഏത് ജീവജാലങ്ങളാണെങ്കിലും ശ്വസനത്തിന് ശേഷം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. കുറെ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ ആഗിരണം ചെയ്യും, ബാക്കി കാർബൺ ഡയോക്സൈഡിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെയും ഓക്സിജന്റെയും റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹരിത സസ്യങ്ങളാണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹരിതാലയ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഹരിതാലയ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ഒക്കെ ശരാശരി താപനില ഉയരുന്നുണ്ട്. ഈ ശരാശരി താപനില ഉയരുന്ന പ്രോസസ്സാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ചോദ്യമുണ്ട്, നോക്കാം. ആഗോള താപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, മഞ്ഞുപാളികളിൽ വ്യത്യാസം വരും, മഞ്ഞ് കൂടുതലായിട്ട് ഉരുകും അല്ലെ. പിന്നെ സമുദ്രദ്വീപുകൾ, കാർഷിക രംഗത്ത്, കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ കാർബണിന്റെ മറ്റ് സംയുക്തങ്ങളാണ് എന്തൊക്കെ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ കേസിലേക്ക് വരുമ്പോൾ നോക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വാഷിംഗ് സോഡ വാട്ടർ എന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ. ഇനി കാർബൺ മോണോക്സൈഡിന്റെ കേസ് നോക്കാം. അതിനു മുമ്പ് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫയർ എക്സ്റ്റിങ്യൂഷറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്യൂഷർ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. നിങ്ങളുടെ സ്കൂളിലും മറ്റും തീ കെടുത്താനായി സജ്ജീകരിച്ചിരിക്കുന്ന അഗ്നിശമന ഉപകരണം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇത് ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്യൂഷർ വിഭാഗത്തിൽപ്പെടുന്ന ഉപകരണമാണ്. ABC ഡ്രൈ പൗഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തുവാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മോണോ അമോണിയം ഫോസ്ഫേറ്റിന്റെയും അമോണിയം സൾഫേറ്റിന്റെയും മിശ്രിതമാണ് ABC ഡ്രൈ പൗഡർ. ഈ ഉപകരണം ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്ന പൗഡർ ഉരുകുകയും തീ പിടിച്ച പദാർത്ഥത്തിന്റെ ഉപരിതലത്തിൽ ഒരു ആവരണം ഉണ്ടാവുകയും തുടർന്ന് തീ പടരുന്നത് തടയുകയും ചെയ്യുന്നു. നോക്കൂ, ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ ഈ പൗഡർ ദ്രാവക ബാഷ്പീകരണത്തെ തടയുകയും തീ പടരുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത്തരം അഗ്നിശമനികളിൽ DCP അഗ്നിശമനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നോക്കാം, DCP അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നത് ABC ഡ്രൈ പൗഡർ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ. ഇനി കാർബൺ മോണോക്സൈഡ് നോക്കാം. കാർബൺ വളരെയധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. എന്നാൽ കാർബണിന്റെ അളവ് കൂടുക അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുക, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അതായത് നോക്കിയേ, ഓക്സിജന്റെ അളവ് കുറഞ്ഞ സമയത്താണ് അപൂർണ ജ്വലനം സംഭവിക്കുന്നത്. അപൂർണ ജ്വലനത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് എന്താ? ഒരു വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ ഒരു അമിതമായിട്ട് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ അമിതമായി ശ്വസിക്കാൻ ഇട വന്നാൽ അത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനായിട്ട് പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? രക്തത്തിൽ ഓക്സിജന് വഹിക്കാനുള്ള കഴിവ് കുറയും, അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പൊ വിഷവാതകമാണ് ഈ കാർബൺ മോണോക്സൈഡ് എന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഉപയോഗവും ഇതിനെ കൊണ്ടുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. നോക്കിയേ, വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. വ്യാവസായിക ഇന്ധനങ്ങളായിട്ടുള്ള വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും കോമ്പിനേഷൻ ആണ് വാട്ടർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും കോമ്പിനേഷൻ ആണ്. ഇപ്പൊ വ്യാവസായിക ഇന്ധനങ്ങളാണ് വാട്ടർ ഗ്യാസും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസും.
ഓക്കെ. അപ്പൊ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനകത്ത് കോമ്പിനേഷൻ വരുന്നത്? നൈട്രജൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. വാട്ടർ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കാനും ആരെ കൊണ്ട് പറ്റും? കാർബൺ മോണോക്സൈഡിനെ കൊണ്ട് സാധിക്കും. ഇനി നോക്കാം, കാർബൺ അടങ്ങിയിട്ടുള്ള മറ്റൊരു വിഭാഗം സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. നോക്കിയേ, അലക്കുകാരം Na2CO3 10H2O, അപ്പക്കാരം NaHCO3, മാർബിൾ CaCO3, ഇവയൊക്കെ എന്താണ്? കാർബണിന്റെ സംയുക്തങ്ങളാണ് അല്ലെ. നോക്കിയേ, അലക്കുകാരം, അപ്പക്കാരം, മാർബിൾ, ഇതൊക്കെ എന്താണ്? ബൈകാർബണേറ്റുകളുണ്ട്, കാർബണേറ്റുകളുണ്ട് അല്ലെ. ഇനി അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നോക്കുന്നത്. ഓർഗാനിക് സംയുക്തം. ഓർഗാനിക് സംയുക്തം എന്ന് പറയുമ്പോൾ നോക്കിയേ, എന്താണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴിച്ചുള്ള കാർബണിക സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തം എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള സംയുക്തങ്ങളെയാണ് എന്ന് പറയുക ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർഗാനിക് സംയുക്തം. ഇതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് അല്ലെ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കാം. ഇനി ഇവിടെ നോക്കാം, അറിയാലോ കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ടോട്ടൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ സംയോജകത എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺ ആണ് അല്ലെ. 4 സംയോജകത എന്ന് പറയുന്നത് 4. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇതുമൂലം ഇത് സഹസംയോജക ബന്ധനം രൂപീകരിക്കുന്നതിനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, കണ്ടോ? കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഏക ബന്ധനം, ഇവിടെ എന്ത് ചെയ്തു? ദ്വിബന്ധനം, അതുപോലെ ത്രിബന്ധനത്തിലും ഏർപ്പെടുന്നുണ്ട്, കണ്ടോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത പോയിന്റിലോട്ട് നമുക്ക് വരാം. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കൂടുതലും പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ്. അപ്പൊ അവിടെ കാർബണിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ആദ്യം പഠിച്ചത്. ഇനി അടുത്തത് കാറ്റിനേഷൻ എന്താണ്? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ മൂലകത്തിന്റെ തന്നെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക? കാറ്റിനേഷൻ എന്ന് പറയുക. മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് കാർബണ് കാറ്റിനേഷനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാറ്റിനേഷൻ. ഓക്കെ, അപ്പോ കാറ്റിനേഷനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? കാർബൺ ആണ്. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. കാർബണിക സംയുക്തങ്ങളുടെ എണ്ണക്കൂടുതലിന് കാരണം ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളാണോ എന്ന് നോക്കാനാണ് പറഞ്ഞത്. കാർബണിന്റെ സംയോജകത 4 കാറ്റിനേഷൻ കഴിവ് കൂടുതലാണ്. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്നിവ സാധ്യമാണ്. കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ശൃംഖലാരൂപത്തിൽ, ചെയിൻ രൂപത്തിലോ വലയ രൂപത്തിലോ ശാഖകളോട് കൂടിയതോ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ഹൈഡ്രോ കാർബൺ എന്നാൽ എന്ത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്? കാർബണും ഹൈഡ്രജനും മാത്രമേ അതിലുണ്ടാവുള്ളൂ. കാർബണും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. അപ്പൊ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഈ സംയുക്തങ്ങളെയാണ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, കാർബണിക സംയുക്തങ്ങൾ വൈവിധ്യമാർന്ന സ്വഭാവമുള്ളതും സങ്കീർണ ഘടനയുള്ളവയുമാണ്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ എന്തിൽ പഠിക്കുന്നത്? ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തത് ഓർഗാനിക് കെമിസ്ട്രിയുടെ അടുത്ത ന്യൂ SCERT ചാപ്റ്റർ ആയിട്ട് ഉടൻ തന്നെ കാണാം. നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ അഡ്മിഷൻ ഒഫീഷ്യലി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു, എങ്കിൽ കൂടിയിട്ടും ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വൈകാതെ തന്നെ ഇനി ആരെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചേരുക എന്നാണ് പറയാനുള്ളത്. വളരെ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ആണ്. 777 റുപ്പീസ് ആണ്. അപ് ടു എക്സാം വരെയാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. അതായത് ഏകദേശം ഒരു 1 ഇയർ എബോവ് നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടും. പിന്നെ നമ്മൾ ഡെയിലി റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നത് ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് തരുന്നു. പിന്നെ അതിന്റെ ലൈവ് വീഡിയോസ്, റിവിഷൻ ക്ലാസ് യൂട്യൂബിലാണ് ചെയ്യുന്നത്. പ്രൈവറ്റ് ലൈവ് ആണ്. അതാണ് നിങ്ങൾക്ക് അത് അക്സസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ആ ലിങ്ക് ഉള്ളവർക്ക് മാത്രമാണ് അത് കിട്ടുക കേട്ടോ, ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നത്. നല്ല രീതിയിൽ നല്ല അഭിപ്രായത്തോട് കൂടിയിട്ട്
നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സന്തോഷമുണ്ട്. എബവ് 150 മെമ്പേഴ്സ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മളുടെ ലോഞ്ചിൽ തന്നെ ഇത്ര അധികം കുട്ടികൾ നമ്മളോടൊപ്പം ചേർന്നതും നമ്മളെ വിശ്വസിച്ച് മുന്നോട്ട് വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ തുടർന്നും ആരെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ താഴെ ഒരു ടെലഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻക്വയറി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വൈകാതെ തന്നെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.